ഞാൻ കുറ്റിക്കാരൻ വിൻസെന്റ്. അയ്യോ, അവൻ ഇപ്പോഴൊന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. ആ, നിന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വീടൊക്കെ കൊടുക്കുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളല്ലേ? ആധാരത്തുകാരനാണോടി അന്നമ്മേ? അല്ല അച്ഛാ, ഞാൻ ഫിലിപ്പിന്റെ ഒരു കൂട്ടുകാരനാണ്. എനിക്ക് റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ്, ടിക്കറ്റ്, വിസ എല്ലാം ഉണ്ട്. അവന് വേറൊരു വീട് വാങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ 3-4 വീടുകൾ ലിസ്റ്റിംഗിൽ വന്നിട്ടുണ്ട്. അതവനെ നേരിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. ഇന്നെങ്കിലും നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു, നടക്കില്ല. നീ ഒന്ന് വിളിച്ചു നോക്ക് മോനെ, കണ്ടാൽ അറിയാം കല്യാണമൊക്കെ കഴിഞ്ഞതാണെന്ന്. കുട്ടികൾ എത്ര മക്കള്? എനിക്ക് രണ്ട് അല്ല മൂന്ന് മക്കളായിരിക്കും. എന്താ ഇത് ലേലം വിളി പോലെ? പള്ളിയിൽ ഇടയ്ക്ക് ലേലം ചെയ്യാൻ പോകാറുണ്ട്, അതുകൊണ്ടാണ്. ഇവിടെ ആരെങ്കിലും കയറ്റി വിളിക്കാതെ നിന്റെ ഭാഗ്യം. അപ്പച്ച ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? അതെന്തോന്നാ മോനെ? അമ്മച്ചി, അതെ, അപ്പച്ചന്റെ പേരിൽ എടുത്തിട്ട് അപ്പച്ചന്റെ ഫീസ് പോയാൽ അമ്മച്ചിക്ക് കാശ് കിട്ടും. ഇനി അമ്മച്ചിയുടെ പേരിൽ എടുത്തിട്ട് അമ്മച്ചിയുടെ ഫീസ് പോയാൽ അപ്പച്ചന് കാശ് കിട്ടും. എന്താ പറഞ്ഞേ മോനെ? ഈ അപ്പച്ചൻ ഇതിലൊന്നും വലിയ ആഗ്രഹമുള്ളതാണ്. എല്ലാം എൻ്റെ അന്നമ്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മോൻ അവളുടെ പേരിൽ ഓർമ്മ എഴുതിക്കൂ. അപ്പൊ അമ്മച്ചി വഴിയായാൽ അപ്പച്ചന്. ഇനി മോൻ ഒന്നും പറയണ്ട, എല്ലാവർക്കും എല്ലാം മനസ്സിലായി. പിന്നെ നാട്ടിലുള്ള പോണില്ലേ? ടിക്കറ്റ് വേണം പറയണ കേട്ടാ. ഇപ്പൊ എമറേറ്റ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ട്. ഓ, ആ പരിപാടിയൊക്കെ ഉണ്ടോ? ജീവിക്കണ്ടേ അപ്പച്ചാ? ഇത് ഞാൻ അറിയട്ടെ. അവൻ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറ. ഹലോ സജി, പറഞ്ഞു ജി, എന്തുണ്ട്? എന്നാ ജി, ടിക്കറ്റ് കൺഫേം ആയില്ലേ? നിങ്ങൾക്ക് എവിടെയാ? സിംഗപ്പൂരോ? റോങ് നമ്പർ. ശരി അപ്പച്ചാ, അമ്മച്ചി ഇറങ്ങട്ടെ, ബൈ. ആരാ ഫിലിപ്പിന്റെ കൂടെ വരുന്നത്? നമ്മുടെ അച്ഛനാണല്ലോ. പിരിവിനായിരിക്കും.